ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. അടിച്ച് പൊളിക്കുന്നു അല്ലേ? പിന്നെ ഉറപ്പായിട്ടും കോഴിക്കോട്ടുകാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, കോഴിക്കോട്ടുകാർ എന്നുള്ളതിനപ്പുറത്തേക്ക് സംഗീത പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഗീത രാവായിരിക്കും ഇന്നിപ്പോൾ ഈ കാണുന്ന കോഴിക്കോട് ട്രേഡ് സെന്റർ എന്ന ഒരുപക്ഷെ 10,000 ആളുകളെ അടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ട്രേഡ് സെന്റർ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൃത്യം 4 മണി മുതൽ ഈ വേദി ഉണരും. നമുക്കറിയാം 4 മണി മുതൽ ഇതിൻ്റെ പരിപാടികൾ നമ്മൾ ഓണത്തിന് സംപ്രേഷണം ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ 4 മണി മുതൽ ഇവിടെ പരിപാടികൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇതിനോടകം തന്നെ കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ, സംഗീത പ്രേമികൾ, അവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, വളരെ നേരത്തെ, എത്ര നേരത്തെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമോ അത്ര നേരത്തെ നിങ്ങൾക്ക് വളരെ സുഖമായി ഇരുന്നുകൊണ്ട് ഈ പരിപാടി ആസ്വദിക്കാൻ കഴിയും. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള, ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും മികച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഓരോ അവാർഡുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. ഇത്തവണത്തെ ഏറ്റവും മികച്ച ഗാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മിന്നൽ വളയാണ് നരിവേട്ടയിലെ. അതിലെ ആ ഗാനം ആലപിച്ചതിനാണ് സിഡ് ശ്രീറാം ഏറ്റവും മികച്ച ഗായകനായി ഈ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് വേദിയിൽ ആദരിക്കപ്പെടുന്നത്. ഒരു പക്ഷേ അദ്ദേഹം ദീർഘകാലത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സിനുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് അങ്ങുവാനക്കോണിൽ എന്ന മലയാളി ഒരുപക്ഷെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ ഗാനത്തിനാണ്. അങ്ങനെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരുപക്ഷെ മിന്നൽ വളയിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയ സംഗീത ഗാനരചയിതാവാണ് അദ്ദേഹം. ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. അങ്ങനെ വലിയ തെരഞ്ഞെടുപ്പ്, ഏറ്റവും മികച്ചൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രതിഭകളുടെ ഒരു സംഗമ വേദിയായി ഇന്നിപ്പോൾ ഇത് മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ താരങ്ങളുമുണ്ട്. സംഗീത രംഗത്തെ പ്രതിഭകൾ മാത്രമല്ല, താരങ്ങളും ഇന്ന് ഒത്തുചേരുന്നു. ഷെയ്ൻ നിഗം എത്തുന്നു, യുവാക്കളുടെ ഹരമായ ഷെയ്ൻ നിഗം. അതോടൊപ്പം തന്നെ ഈ വർഷം ഏറ്റവും മികച്ചൊരു ഡയലോഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജോർജ് സാറിൻ്റെതാണ്. എടാ ബെൻസെ എന്ന് ഈ പ്രേക്ഷകരെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള ഡയലോഗ് ഡെലിവറി ചെയ്ത പ്രകാശ് വർമ്മ, അദ്ദേഹം ഇന്നിവിടെ എത്തുന്നു. അങ്ങനെ ഏറ്റവും മികച്ച പ്രതിഭകളുടെ ഒരു സംഗമ വേദിയായി ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് 2025 മാറാൻ പോവുകയാണ്. വേദി നമുക്ക് കാണാം, ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു വേദിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ ഫ്ലവേഴ്സ് അതിൻ്റെ ചരിത്രത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ, നമ്മളിപ്പോൾ കാണുന്ന സദസ്സാണ്. ഇനി വേദിയിലേക്ക് പോയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു വേദി തന്നെ ഒരുക്കിയിരിക്കുന്നു. ഈ സംഗീത കാഴ്ചകളൊക്കെ നേരിട്ട് ആസ്വദിക്കാൻ കോഴിക്കോട്ടുകാരെ, മലബാറുകാരെ, മലയാളികൾ ഒന്നടങ്കം നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി, പ്രേക്ഷകർക്ക് എങ്ങനെ ഈ അവസാന നിമിഷത്തിലും ഇതിൻ്റെ ടിക്കറ്റുകൾ സ്വന്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി വ്യക്തമാക്കുന്നത്. ഒരുപാടധികം ഫോൺ കോളുകൾ ഞങ്ങൾക്ക് പല കോണുകളിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നേരെ ഫ്ലവേഴ്സിൻ്റെ ഓഫീസിലേക്ക്, ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും റീജിയണൽ ഓഫീസിലേക്ക് നേരിട്ട് എത്തുക. അതായത് എരഞ്ഞിപ്പാലത്തുള്ള സരോവരത്തിനൊക്കെ എതിർഭാഗത്തുള്ള 24ൻ്റെ ഓഫീസിലേക്ക് എത്തുക. അവിടെ റിസപ്ഷനിൽ ഇതിനുവേണ്ടി ഒരു കൗണ്ടർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വന്ന് 24 ഫ്ലവേഴ്സ് പ്രേക്ഷകർക്കായി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള 1000 ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി അതല്ലെങ്കിൽ ഓൺലൈനായി ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട്. വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി ഇവിടുത്തെ എൻട്രി ഗേറ്റുകൾ തുറക്കും. ആ സമയത്ത് ആദ്യം എത്തുന്ന ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ ഇരുന്നടക്കം ഇത് കാണാനുള്ള അവസരം ഉണ്ടാവുക. പക്ഷേ വരുന്ന എല്ലാവരെയും, ആരെയും മടക്കി അയക്കാതെ എല്ലാവർക്കും ഈ സംഗീത വിരുന്ന് ആഘോഷമാക്കാൻ, ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ സംഗീത പ്രേമികൾ എല്ലാവരും ഇവിടേക്ക് വെച്ചു പിടിച്ചോളൂ. ഇന്നലെ തന്നെ ഗായകരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. സിത്താരയും സംഘവും അല്പസമയത്തിനകം കോഴിക്കോടിന്റെ മണ്ണിൽ കാലുകുത്തും. മധു ബാലകൃഷ്ണൻ എത്തിക്കഴിഞ്ഞു, എം ജയചന്ദ്രൻ എത്തിക്കഴിഞ്ഞു, സിഡ് ശ്രീറാം ഇന്ന് രാവിലെ എത്തും. അങ്ങനെ സംഗീത പ്രതിഭകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിഭകളുടെ ഒരു സംഗമ വേദിയായിരിക്കും. സംഗമത്തിന് ഇനി അധികം മണിക്കൂറുകളില്ല. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.